ഹലോ, എല്ലാവർക്കും രാജീസ് വെള്ളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നാടൻ വാഴക്കൂമ്പും മുതിരയും വച്ചിട്ട് തോരൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ തോരൻ എന്നാണ് കേട്ടോ പറയുന്നത്. ഓരോ ജില്ലക്കാരും ഞാൻ കേട്ടിട്ടുണ്ട്. ഉപ്പേരി, തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉപ്പേരി എന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മൾ ചോറുണ്ടാക്കുന്നതിനെയൊക്കെ തോരൻ എന്നാണ് പറയുന്നത്. അതിനായി നമ്മുടെ വാഴക്കൂമ്പ് നന്നായിട്ട് ചെറുതായിട്ട് നമ്മൾ കൊത്തിയെടുത്തതിന് ശേഷം അതിങ്ങനെ കുറച്ച് രണ്ട് കയ്യിലും കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തുരുമുകയാണെങ്കിൽ നമുക്ക് ഇതിലുള്ള വല മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. വല മാറിയിട്ട് നമുക്ക് ഈ കൊത്തുന്ന കൂമ്പ് മാത്രം ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ മുതിര തലേദിവസം കുതിർത്തത് കുക്കറിൽ ഇട്ട് ഒരു വിസിൽ ഏൽപ്പിച്ചെടുത്തിട്ടുണ്ട്. അതും ഈ വാഴക്കൂമ്പ് കൊത്തിയതും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ച് വേവിച്ചാൽ മാത്രം മതി കേട്ടോ. ഇതിൻ്റെ മുതിര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പയർ ചേർക്കാം, പരിപ്പ്, നമ്മുടെ തോരപ്പരിപ്പ് ചേർക്കാം. അതും ഈ വാഴക്കൂമ്പ് തോരൻ വയ്ക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ സവാളയും വാഴക്കൂമ്പും വെച്ചിട്ടും തോരൻ വയ്ക്കാം കേട്ടോ. ഈ വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി ഇതൊക്കെ നമുക്ക് നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് ഇല്ലയെന്ന് വെച്ചാൽ വെറുതെയും നമുക്ക് തോരൻ വയ്ക്കാം. ഇതിലോട്ട് ഈ വെന്ത് വന്നിരിക്കുന്ന കൂട്ടിലോട്ട് പച്ചമുളക്, ജീരകം, തേങ്ങ, വെളുത്തുള്ളി ഇത്രയും കൂടെ ചതച്ച് അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് 2 മിനിറ്റൊക്കെ കിണ്ടി എടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും നല്ല സ്വാദിഷ്ടമായ വാഴക്കൂമ്പ് മുതിരയും തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് പ്ലീസ്. പിന്നെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, വലയൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്.